അങ്ങനെ ഒരുപാട് മഹാന്മാർ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എങ്ങനെയുണ്ട്? പിൽക്കാലത്ത് വഫാത്തായ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ അഹ്മദ് ബിൻ ഹംബലെ കണ്ടോ? വഹുവ ഫീ ബാബിൽ ജന്ന യശ്ഫഉ ലി അഹ്ലിസ് സുന്ന. അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്ക് കൈപിടിച്ചു കയറ്റാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു ദിവസം രാത്രി കിടക്കുകയാണ്, സന്തോഷകരമായ ഒരു സ്വപ്നം, മനോഹരമായ ഒരു ഭവനം, അതിന്റെ ഉള്ളിലേക്ക് എന്നെ ആനയിക്കപ്പെട്ടു. ഞാൻ അത്ഭുതപ്പെട്ടു, ഇത്രയും മനോഹരമായ ഈ ഭവനം ആർക്കുള്ളതാണ്? നോക്കിയപ്പോൾ അവിടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. വഫീ യമീനിഹി അബൂബക്കർ സിദ്ദീഖ് വശിമാലിഹി ഉമർ ബിൻ ഖത്താബ്. അങ്ങനെ ഞാൻ എല്ലാവരെയും കണ്ടു, എവിടെ ഇരിക്കണമെന്ന് ആശങ്കപ്പെട്ടു. അപ്പോഴേക്ക് എന്നെ പിടിച്ചവിടെ ഇരുത്തി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. എല്ലാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ അതാ വരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും. അത് സ്വർഗത്തിൽ നമുക്ക് വേണ്ടിയുള്ള ഭവനമായിരുന്നു. ഇതുപോലെ കണ്ട ഒരുപാട് ആളുകൾ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഓ ഉമറേ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഗേഹം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഫസകർതു ഖിറതക യാ ഉമർ. നിങ്ങളുടെ ആ പ്രൗഢിയുള്ള ഭാവം ഞാൻ അങ്ങ് ഓർത്തു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നില്ല. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചോദ്യം, അറയോ അലൈക യാ റസൂലല്ലാഹ്, എനിക്ക് തങ്ങൾ കടന്നാൽ അതിൽ വല്ല പന്തികേടുണ്ടോ? ഒരു പ്രശ്നവുമില്ലല്ലോ തങ്ങളെ, പിന്നെ എന്തേ ഒന്ന് കടന്നുകൂടായിരുന്നോ? ഓ ബിലാൽ ഇബ്നു അബൂ ഹുറൈറ, നിങ്ങളുടെ വീട് ഞാൻ സ്വർഗത്തിൽ കണ്ടല്ലോ, എത്ര മനോഹരമാണ്, അവിടെ കാവൽ നിൽക്കുന്ന നിന്റെ കൂട്ടുകാരി എത്ര സുന്ദരിയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം, ഇത്രയും നല്ല സ്വർഗത്തിന് നിന്നെ പ്രേരിപ്പിച്ച, നിനക്ക് കാരണമാക്കിയ കർമ്മം എന്താണ്? ഉടനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എപ്പോ ഞാൻ ഉളു എടുത്താലും 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്, അതല്ലാതെ പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. ഇതുപോലെ 100 അല്ല, 1000കണക്കിന് ഇമാമിങ്ങൾ അവരുടെ സ്വർഗീയ ആരാമങ്ങളെ അവർ കണ്ടതും പിന്നീട് അവരെ സജ്ജനങ്ങളായ ആളുകൾ കണ്ടതുമായ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് അങ്ങനെ കാണിക്കപ്പെടും. തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു വഅബ്ശിറു ബിൽ ജന്ന. വിശ്വാസിയായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് മാലാഖമാർ വർഷമായി ഇറങ്ങും. ഇറങ്ങിയിട്ട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, പേടിക്കണ്ട, വിഷമിക്കണ്ട, വബിശ്റു ബിൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാണ്, നിങ്ങൾ ദുഃഖിക്കണ്ട, ദുനിയാവിൽ മക്കളും കുട്ടികളും കുടുംബക്കാരും ഒക്കെ പോട്ടെ, നമ്മൾ സ്വർഗത്തിലേക്കല്ലേ എന്ന് പറയാൻ മലായിക്കത്ത് ഇറങ്ങും എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ അത്തരമുള്ള സ്വർഗം കാത്തിരിക്കുന്നു. അതാണ് ഖുർആൻ പറയുന്നത്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് هذا ما توعدون لكل أواب حفيظ. هذا ഈ സ്വർഗ്ഗമുണ്ടല്ലോ, ഇതെന്താണെന്നറിയോ? മാ തുഅദൂന, നിങ്ങൾക്ക് മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ട സ്വർഗ്ഗം ഇത്. ആർക്ക് വേണ്ടി? ലികുല്ലി അവ്വാബിൻ ഹഫീദ്. സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിച്ച് മര്യാദക്ക് ജീവിച്ചവർക്കുള്ളതാ. ചില ആളുകളുണ്ട്, ദുനിയാവിൽ എനിക്ക് വേണ്ടതൊക്കെ ചെയ്യണം മുസ്ലിയാരെ, സ്വർഗ ആഖിറത്തിൽ അങ്ങ് കിട്ടേ വേണം, ആ പൂതി വെച്ച് ജീവിക്കണ്ട. ഞാൻ എന്തുവിടെ കാണിക്കും? ആചാരാണ്, മൊയിലാരാണ്, മുതലാളിയാണ്, എല്ലാം ആണ്. ഞാനിവിടെ കാണിക്കേണ്ടതൊക്കെ കാണിക്കും. എത്ര മുസ്ലിംമാർ പറഞ്ഞാലും ഞാൻ എന്റെ മോളുടെ കല്യാണത്തിന് ഇനിയും ഇവിടെ വിലക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. എങ്ങനെ ഈമാനും ഖുർആനും ഉൾക്കൊണ്ടൊരാൾക്ക് ചെയ്യാൻ പറ്റും? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് പലിശ വാങ്ങാൻ പറ്റും? ഈമാനിന്റെ ജ്വാല അല്പമെങ്കിലും ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നരകത്തിലേക്ക് വലിച്ചുകൂട്ടുന്ന പലിശയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ? ഇതൊക്കെ റമദാൻ പ്രഭാഷണം കഴിഞ്ഞ് പൊടിയും തട്ടി കസേരയുടെ വാടകയും കൊടുത്ത് പോയാൽ പോരാ. അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുമ്പോഴേ ഇതുകൊണ്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും നേരം നല്ല നിലക്കൊരു മജ്ലിസിൽ ഖുർആനുമായി ബന്ധപ്പെട്ടിരുന്നു, അതൊരു ഇബാദത്താണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. എന്നാൽ ഇതിന്റെ പ്രത്യുൽപാദനപരമായി നമുക്ക് ലഭിക്കേണ്ടത്, ഇതിന്റെ റിസൾട്ടായി നമുക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടെങ്കിലേ ഈ പരാവർത്തനങ്ങൾക്കൊക്കെ കാര്യമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഇസ്ലാമിക നിഷ്ഠയിൽ ചിട്ടപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി നമ്മുടെ ഈ ക്ലാസ് മാറണം. അല്ലാഹു തആല അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് പലിശയിൽ പെട്ടുപോയവർ അല്ലാഹു എത്രയും പെട്ടെന്ന് അവരെ സലാമത്താക്കട്ടെ. ഇനി മടങ്ങരുത്. മറ്റരുതായ്മകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തവർ ഇനിയെങ്കിലും ഇസ്ലാമിക നിഷ്ഠയിൽ പോകണം.
അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും. നമ്മുടെ മകളുടെ കല്യാണത്തിന് ഹലാലായ കാര്യങ്ങൾ കൊണ്ട് മാത്രം നടത്തൂ, അല്ലാഹു ആ മകളുടെ ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യും, അനുഗ്രഹം ചൊരിയും. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ഇസ്ലാമിക വൈജ്ഞാനിക ചക്രവർത്തിയുടെ അഗ്രേസര പണ്ഡിത ശ്രേഷ്ഠനാണ്. മഹാനവർക്ക് എന്തൊക്കെ ചെയ്യാം, അത്രയ്ക്ക് സപ്പോർട്ട് എവിടെ നിന്നും കിട്ടും. പക്ഷേ അവിഹിതമായ ഒരു സ്വത്തും വാങ്ങിയില്ല. അരമനയുടെ അകത്തളത്തിൽ മകൾ ഇരിക്കുകയാണ്. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മുവത്ത എന്ന് പറയുന്ന കിതാബ് ഓതിക്കൊടുക്കുമ്പോൾ മകൾ ഫാത്തിമ കസേരയുടെ പിന്നിൽ, മറയുടെ പിന്നിൽ ഇരുന്ന് കേട്ടു പഠിക്കുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു. ഫാത്തിമ എന്ന മോള് പിന്നീടും ആവർത്തിച്ച് വാപ്പാന്റെ കിതാബ് കേൾക്കുകയാണ്. എന്നിട്ട് ഏതുവരെ എത്തിയെന്നറിയുമോ ആ പാണ്ഡിത്യം? മാലിക് ഇമാം തങ്ങളുടെ മുമ്പിൽ വലിയ വലിയ പണ്ഡിതന്മാർ വന്നിരുന്ന് പരിശുദ്ധമായ മുവത്ത എന്ന കിതാബ് ഓതുമ്പോ എവിടെങ്കിലും പിഴവ് പറ്റിയാൽ മകളിങ്ങനെ തട്ടും, വാപ്പാടെ പിന്നിലുള്ള സ്ക്രീനിൽ തട്ടും. അപ്പൊ വാപ്പക്ക് മനസ്സിലാവും ഇവിടെ കുട്ടികളാരോ വായിച്ച ഹദീസിൽ തെറ്റുപറ്റിപ്പോയി എന്ന്. ഉടനെ അവരോട് പറയും ഒന്നുകൂടി വായിച്ചേ. അപ്പോൾ അവർക്ക് കറക്റ്റ് ചെയ്തു കൊടുക്കും. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായി മകളെ വളർത്തി മാതൃക കാണിച്ചു തന്നു ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അതുപോലെ എല്ലാ ഇമാമുകളും അവരവരുടെ കുടുംബജീവിതത്തിൽ മാതൃകയുടെ ഉദാഹരണങ്ങളെ സ്ഥാപിച്ചു തന്നിട്ടാണ് പോയത്. അതുകൊണ്ട് നമ്മൾ പണത്തിന്റെ പേരിൽ നമ്മുടെ മക്കൾ ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒരു MBAയോ ഒരു MCAയോ അങ്ങനെ മാത്രം ചിന്തിച്ചിട്ട് അവരുടെ മതവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന രക്ഷിതാക്കളെ നിങ്ങൾ എവിടത്തേക്ക് വേണ്ടിയായി ഉണ്ടാക്കുന്നത്? ഇതിനപ്പുറം ഒരു ലോകം നിങ്ങളുടെ മനസ്സിലില്ലേ? അതാ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കുമെല്ലാം മര്യാദക്ക് ജീവിച്ചാൽ തരാമെന്ന് നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണിത്. അല്ലാഹുവിലേക്ക് കൂടുതൽ മടങ്ങുന്നവർക്ക്, അല്ലാഹുവിന്റെ ശരീഅത്തിനെയും അവന്റെ നിയമങ്ങളെയും പാലിക്കുന്ന ആളുകൾക്ക്. എന്നിട്ട് അല്ലാഹു തആല പറയാ, മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാഅ ബിഖൽബിൻ മുനീബ്. മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, അല്ലാഹുവിനെ ഏകാന്തമായി ഭയന്നവർക്ക്. അല്ലാഹുവിനെ ഏകാന്തമായി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വലിയ തഖ്വ കാണിച്ച ആളല്ല, ജനങ്ങളുടെ മുമ്പിൽ വലിയ മുത്തവയായി നിന്ന ആളല്ല. സ്വന്തം അരമനയിലേക്ക് ചെന്നപ്പോൾ, സ്വന്തം കുടുംബത്തെ നയിച്ചപ്പോൾ, സ്വന്തം കച്ചവടം നടത്തിയപ്പോൾ, വേറെ ആരും കാണാനില്ലാത്ത സ്ഥലത്ത് ചെന്നപ്പോൾ അയാൾ അല്ലാഹുവിനെ ഓർത്തു. എന്റെ വീട്ടിലെ ഭരണാധികാരി ഞാൻ തന്നെ, അപ്പൊ ഞാൻ എന്റെ മക്കളെ ദീനീ ചിട്ടയിൽ കൊണ്ടുവന്നു. എന്റെ കച്ചവട സ്ഥാപനത്തിൽ തട്ടിപ്പ് പാടില്ല, വെട്ടിപ്പ് പാടില്ല, പലിശ പാടില്ല, തീരുമാനിക്കേണ്ടത് ഞാനാ. അവിടെ തീരുമാനിച്ചു ഹറാമുകൾ ചെയ്യില്ല എന്ന്. സ്വന്തം ജീവിതത്തിൽ തീരുമാനിച്ചു തെറ്റ് ചെയ്യില്ല എന്ന്. സമൂഹത്തിന്റെ ഇടയിൽ സിദ്ധാന്തം പറയാൻ എല്ലാവരും ഉണ്ടാവും.